നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിട്ടിയിൽ ബസ്സുകളുടെ മത്സരപ്പാച്ചിൽ. KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നവരുടെ സ്വകാര്യ ബസ് ഡിവൈഡർ ഇടിച്ച് കയറി അപകടം. അമ്പായത്തോട് ടൗണിൽ താഴെപ്പാൽച്ചുരം റോഡിൽ ബസ്സുകൾ നിർത്തിയിടുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി. ബസ് സ്റ്റാൻഡുണ്ടായിട്ടും ബസ്സുകൾ ടൗണിൽ നിർത്തിയിട്ട് അപകടം ക്ഷണിച്ചു വരുത്തുന്നുവെന്നാണ് ആരോപണം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നെയ്യമൃത് സംഘങ്ങൾ വേറെ വെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് അവലോകന യോഗവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഇരിട്ടിയിൽ ബസ്സുകളുടെ മത്സരപ്പാച്ചിൽ. ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നവരുടെ സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ചു. ഇരിട്ടിയിൽ ബസ്സുകളുടെ മത്സരപ്പാച്ചിലിനിടെ സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ചുകയറി. ഞായറാഴ്ച 3 മണിയോടെ ഇരിട്ടി ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ഇരിട്ടിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരേ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സും സ്വകാര്യ ബസ്സും ഒരേ സമയത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടത്. KSRTC ബസ്സിനെ ഡിവൈഡറിന്റെ മറുഭാഗത്തുകൂടി മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡിവൈഡറിന്റെ തൂണുകൾ ഉറപ്പിച്ച കോൺക്രീറ്റിന് മുകളിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. അപകടത്തിൽ ബസിന്റെ പിൻഭാഗത്തെ ടയർ പഞ്ചറാവുകയും ചെയ്തിട്ടുണ്ട്. ഇരിട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. അമ്പായത്തോട് ടൗണിൽ താഴെപ്പാൽച്ചുരം റോഡിൽ ബസ്സുകൾ നിർത്തിയിടുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി. ബസ് സ്റ്റാൻഡുണ്ടായിട്ടും ബസ്സുകൾ ടൗണിൽ നിർത്തിയിട്ട് അപകടം ക്ഷണിച്ചു വരുത്തുന്നെന്ന് ആരോപിച്ച് നാട്ടുകാരും പഞ്ചായത്ത് അംഗവും ചേർന്ന് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ബസ് സ്റ്റാൻഡുണ്ട്, പക്ഷേ ബസ്സുകൾ നിർത്തിയിടുന്നത് അമ്പായത്തോട് ടൗണിന് സമീപത്തെ താഴെപ്പാൽച്ചുരം റോഡിൽ. താഴെപ്പാൽച്ചുരം റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ കയറുമ്പോൾ നിർത്തിയിട്ട ബസിന്റെ മറവ് കാരണം റോഡിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കാതെ വരികയും അപകടം സംഭവിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ബസ്സുകൾ നിർത്തിയിടുന്നതിനെതിരെ നിരവധി പരാതികൾ നാട്ടുകാർ നൽകിയിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. അമ്പായത്തോട് ടൗണിൽ വീതി കുറഞ്ഞ ഇടങ്ങളിലാണ് ബസ്സുകൾ നിർത്തിയിടുന്നത്. പലരും തലനാരിഴക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതെന്ന് പഞ്ചായത്ത് അംഗം ഷാജി പൊട്ടേൽ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. അമ്പായത്തോട് ടൗണിനെ സംബന്ധിച്ച് അമ്പായത്തോട് ടൗണിൻ്റെ വലതുഭാഗത്തോട്ടും ഇടതുഭാഗത്തോട്ടും പോകുന്ന റോഡുകൾ കയറ്റമായതിനാൽ വരുന്ന വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ അമ്പായത്തോട് താഴെപ്പാൽച്ചുരത്ത് വരുന്ന റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ആ റോഡിൽ നിന്നും മെയിൻ എൻട്രൻസിലോട്ട് വരുന്ന ആളുകൾക്ക് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം നമ്മൾ ഡ്രൈവർമാരോടൊക്കെ പറയുകയും പലതരത്തിലുള്ള വാണിങ്ങുകളും നമ്മുടെ ഒരു അപേക്ഷയും ഒക്കെ പറയുകയുണ്ടായി. പക്ഷേ ഒരു തരത്തിലുള്ള പരിഗണനയും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായി ഇന്ന് രാവിലെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പരാതി എന്നോളം പറഞ്ഞിട്ടുണ്ട്. അപ്പം SI പറഞ്ഞത് വന്ന് പരിശോധിച്ച് വേണ്ടത് ചെയ്യാം. കൊട്ടിയൂർ പഞ്ചായത്ത് സ്ഥലം വിലയ്ക്ക് വാങ്ങി ബസ് തിരിക്കുന്നതിന് ആവശ്യമായ സ്ഥലം ടാർ ചെയ്ത് ഉപയോഗപ്രദമായ രീതിയിൽ ഇട്ടിട്ടുണ്ട്. അത് കാലാകാലങ്ങളായി അവിടെ കിടന്നു പോകുന്നതല്ലാതെ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അമ്പായത്തോടിൻ്റെ ഈ ഗതാഗത കുരുക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് അടിയന്തരമായ ശ്രദ്ധ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വാഹന ഉടമകളോടും അതുപോലെ തന്നെ ഓണേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള ആളുകളോടും അഭ്യർത്ഥനയാണ് അമ്പായത്തോട് ടൗണിൻ്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഇവിടുത്തെ ആളുകളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കൂടിയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്. ബസ്സുകൾ മലയോര ഹൈവേയിലേക്ക് കയറ്റി നിർത്തിയിടുന്നതാണ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം അപകടത്തിൽ നിന്നും തലനാരിഴക്കാണ് പഞ്ചായത്ത് അംഗം ഷാജി പൊട്ടേൽ രക്ഷപ്പെട്ടതെന്നും ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ നിർത്തിയിട്ട സ്വകാര്യ ബസ് ഡ്രൈവറും പഞ്ചായത്ത് അംഗം ഷാജി പൊട്ടേലും തമ്മിൽ വാക്കേറ്റം വരെ ഉണ്ടായതായും നാട്ടുകാർ പറഞ്ഞു. മെമ്പർ ഇതേപോലെ നമ്മുടെ 5-ാം വാർഡിലെ മെമ്പർ ഇതേപോലെ പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കേണ്ടതായിരുന്നു. അന്ന് പ്രസാദം ബസ്സുകാരായിട്ടൊരു കസറിയായി. അന്ന് തന്നെ ബസ് ഡ്രൈവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ചൂടായി. പിന്നെ ആണ് ഒരു പരാതി കൊടുക്കാൻ തന്നെ തീരുമാനം. അടിയന്തരമായി ബസ്സുകൾ സ്റ്റാൻഡിൽ നിർത്തിയിടാൻ വേണ്ട നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ താഴെപ്പാൽച്ചുരത്ത് നിന്ന് വണ്ടി വരുമ്പോൾ ഈ ബസ് ഇങ്ങോട്ട് പരമാവധി കയറ്റിയിടുവാണെങ്കിൽ നമുക്ക് കയറി വരുന്ന ഡ്രൈവർക്ക് ഒരു കാരണവശാൽ ഈ ബസ്സിൻ്റെ മറവ് കൊണ്ട് അവിടുന്ന് വരുന്ന വണ്ടി കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ പരമാവധി ഇൻഡിക്കേറ്റർ വന്ന് വണ്ടി നോക്കി അന്നേരത്തേക്ക് വണ്ടി എത്തിപ്പോവും. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടേണ്ടി വരും. അപ്പോൾ അവിടുന്ന് വരുന്ന വണ്ടിയും പേടിക്കും, ഈ കയറി വരുന്ന ആളും പേടിക്കും, ഇവിടുന്ന് വരുന്നവർക്കും കൺഫ്യൂഷൻ ആവും. അതേപോലെ തന്നെ ഈ ബസ് ഇങ്ങനെ ഇടുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ഹോൾട്ട് ചെയ്യുന്ന ഒരു കുറേ ബസ്സുകൾ ഇങ്ങനെ നിരത്തി ഇടുന്നുണ്ട്. അത് 2 വലിയ വണ്ടി വന്നാൽ ഇവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡാണ്, വേറെ സ്ഥലമില്ല വണ്ടി ഇടാൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ 2 വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ മുഴുവൻ ബ്ലോക്കായി. പിന്നെ ഒരു ചെറിയ അപകടത്തിൻ്റെ ഒരു നമുക്ക് തന്നെ തോന്നും ഇത് ഭയങ്കര അപകടമാണല്ലോ എന്ന് തോന്നും. ഈ ബസ് നിർത്തിയിടാനുള്ള സ്ഥലമുണ്ടോ? വേറെ സ്ഥലമുണ്ട്. ഉണ്ട്, നമുക്ക് അവിടെ സ്റ്റാൻഡുണ്ട്, ബസ് സ്റ്റാൻഡ് പണിതിട്ടുണ്ട്. അതവിടെ കാലിയായിട്ട് വെറുതെ കിടക്കും, ഇഷ്ടംപോലെ സൗകര്യമുണ്ട്.
അവിടെ വേണമെങ്കിൽ അവർക്ക് വന്ന് പോകേണ്ട ടൈമിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് വന്നിട്ടാൽ മതി. ഇത് വന്ന ഉടനെ തന്നെ ഇവിടെ വണ്ടി തിരിച്ചിട്ട് മണിക്കൂറുകൾ കിടക്കുകയാണല്ലോ. അപ്പോൾ അത് യാത്രക്കാർക്കും ബുദ്ധിമുട്ട്, വണ്ടി ഓടിക്കുന്നവർക്കും ബുദ്ധിമുട്ട്. പുറമെന്ന് വരുന്ന വണ്ടിക്ക് താഴെ നിന്ന് ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത വരെയുണ്ട്. പല പ്രാവശ്യം സഡൻ ബ്രേക്ക് ഇട്ട് ഒരുപാട് എല്ലാവരും പേടിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നെയ്യമൃത് സംഘങ്ങൾ വേറെ വെപ്പ് ആരംഭിച്ചു. തിരുവോണപ്പുറം നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാരാണ് വേറെ വെപ്പ് ആരംഭിച്ചത്. ഏപ്രിൽ 25 പ്രക്കൂഴം നാളിൽ വ്രതം ആരംഭിച്ച് തിരുവോണപ്പുറം നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാരാണ് വേറെ വെപ്പ് ആരംഭിച്ചത്. ഇവർ പിന്നീട് കലശം കുളിച്ച് മഠത്തിൽ പ്രവേശിക്കും. നെയ്യമൃത് വ്രതക്കാരുടെ 2ാം ഘട്ടമാണ് വേറെ വെപ്പ് ചടങ്ങ്. തിരുവോണപ്പുറം നെയ്യമൃത് മഠത്തിലെ 32 നെയ്യമൃത് വ്രതക്കാരാണ് വേറെ വെപ്പ് ആരംഭിച്ചത്. തിരുവോണപ്പുറത്തെ ചീക്കാപ്രാൻ മോഹനൻ നായർ കാരണവരുടെ നേതൃത്വത്തിൽ AC രമേശൻ, രാമചന്ദ്രൻ മാണിക്കോത്ത്, PK ഗോവിന്ദൻകുട്ടി, ദാമോദരക്കുറുപ്പ് ഉൾപ്പെടെയാണ് മണത്തണ കരിമ്പന ഗോപുരത്തിൽ വേറെ വെപ്പ് ആരംഭിച്ചത്. സംഘാംഗങ്ങൾ വേറെ ഭക്ഷണം പാകം ചെയ്യുകയും ഇവ ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യും. വാഴത്തടയിൽ ഇല വെച്ചാണ് കഞ്ഞി കഴിക്കുക. ബന്നി, പെരുക്ക്, പുഴുക്ക്, പപ്പടം, തേങ്ങാപ്പൂൾ എന്നിവയും ഉണ്ടാകും. മഠത്തിൽ പ്രവേശിക്കുന്ന നാൾ വരെ കഞ്ഞി, മുത്താഴം, അത്താഴം എന്നീ വഴിപാട് പ്രാർത്ഥനകളും നടത്തും. ഹൈവിഷൻ ന്യൂസ്, കേളകം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് അവലോകന യോഗം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി അധ്യക്ഷത വഹിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഇക്കരെ കൊട്ടിയൂരിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. MR മുരളി അധ്യക്ഷത വഹിച്ചു. സണ്ണി ജോസഫ് MLA, കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം, ദേവസ്വം ചെയർമാൻ സുബ്രഹ്മണ്യൻ നായർ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ C ബീന, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ K ജനാർദ്ദനൻ, മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാൻ TK സുധി, കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റിമാരായ M പ്രശാന്ത്, M രവീന്ദ്രൻ, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ, പേരാവൂർ DYSP അഷ്റഫ്, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ, മാനേജർ നാരായണൻ എന്നിവർ സംസാരിച്ചു. ഏറ്റവും നല്ല നിലയിലുള്ള സഹകരണം, സജീവമായ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് ആദ്യം തന്നെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നിങ്ങളെല്ലാവരും ഓരോ വർഷത്തെയും ഉത്സവം ഏറ്റവും നല്ല നിലയിൽ നടക്കുന്നതിന് വേണ്ട പങ്കാളിത്തം നിർവഹിക്കുന്നവരും പങ്കുവഹിക്കുന്നവരുമാണ്. നമ്മുടെ MLAയും പഞ്ചായത്ത് അധ്യക്ഷന്മാരുമൊക്കെ നല്ല ക്രിയാത്മകമായിട്ടുള്ള നേതൃത്വപരമായ പങ്ക് ഉത്സവം നടത്തിപ്പിൻ്റെ കാര്യത്തിൽ വഹിച്ചു വരുന്നുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില പോരായ്മകൾ കണ്ടെത്തിയത് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളതാണ്. ആ പാകപ്പിഴകൾ ഈ വർഷം ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. അത് വളരെ ഗൗരവത്തിൽ പറയേണ്ട കാര്യങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ആ നിലയിലേക്ക് പോകുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാവും. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നം കഴിഞ്ഞ തവണ ഉയർന്നു വന്നത്. അത് ആരോഗ്യവകുപ്പും ഇവിടെ ബന്ധപ്പെട്ടവരുമൊക്കെ കൂടി പരിഹരിക്കും എന്നാണ് ഞങ്ങൾ ധരിച്ചത്. എന്നാൽ അത് ഒരു ചെറിയ പ്രയാസം ഇവിടെ ഉണ്ടാക്കുകയുണ്ടായി. എന്തായാലും ഈ വർഷം ആ പ്രയാസം വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ദേവസ്വത്തിൻ്റെ കൂടി ഭാഗത്തു നിന്നുണ്ടാവും. യോഗത്തിൽ എക്സൈസ്, റവന്യൂ, വനം വകുപ്പ്, പോലീസ് വകുപ്പുകളും വിവിധ രാഷ്ട്രീയ കക്ഷി, സമുദായ സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ഉത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കും. താൽക്കാലിക വാളണ്ടിയർമാർക്ക് പരിശീലനം നൽകും. മണിത്തറയിലെ പ്രസാദ വിതരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനം ഉടൻ ഉണ്ടാകും. പാർക്കിങ്ങിന് വിപുലമായ സംവിധാനം ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്കരെ സന്നിധിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും യോഗത്തിൽ അറിയിച്ചു. കൂടുതൽ തീരുമാനങ്ങളെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ അടുത്ത ദിവസം യോഗം വിളിച്ചിട്ടുണ്ടെന്നും യോഗത്തിൽ ദേവസ്വം ചെയർമാൻ അറിയിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും തില്ലങ്കേരി അത്തപ്പുഞ്ചയിൽ വാഴകൃഷി നശിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വാഴകൃഷി നശിച്ചു. തില്ലങ്കേരി കാരക്കുന്നിലെ കൊച്ചോത്ത് സുകുമാരന്റെ അത്തപ്പുഞ്ചയിൽ കൃഷി ചെയ്ത കുലച്ച 70ഓളം നേന്ത്രവാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. 80 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്ത് ചാവശ്ശേരിയിലെ ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ നിന്നും വായ്പയെടുത്താണ് കൃഷി തുടങ്ങിയത്. വാഴന്റെ കൃഷി ചെയ്യുന്ന ഒരു
ഇതാണ്. ഒരുപാട് പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കൃഷിയാണ് ഞാൻ. പിന്നെ ബാങ്കിൽ നിന്ന് ലോണ് 2 ലക്ഷം ഉൾപ്പെടെ ലോൺ എടുത്തിട്ടാണ് ഈ തരം ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഓരോ വർഷം ഇങ്ങനെ എനിക്ക് എപ്പോഴും അധിക സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. വെള്ളം ചെയ്തിട്ട് മുട്ട് കുത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാൽ പറയുന്നത് നമ്മളെ ഉപേക്ഷപ്പെടുന്ന വെള്ളം ഇല്ലാതെ നിൽക്കുന്ന ഞാൻ വെള്ളം ടാങ്കിൽ കൊണ്ടുവന്നതിന് വരെ അടിക്കലുണ്ട്. അത്ര പോലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അത് ചെയ്യുന്നത് ഞാൻ JCB കൊണ്ടുവന്നിട്ട് പിന്നെ തോട്ടിൽ മാന്തിയിട്ട് വെള്ളം ഇപ്പോൾ എടുക്കുന്നത് അത്ര പോലും ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഈ പ്രതിരോധത്തിൻ്റെ ഒരു അവരുടെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇൻഷൂർ ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാഴ വെച്ചിട്ട് 5ാമത്തെ നല്ല എത്ര പറയുന്നത് ഇപ്പോൾ ഒരു കൊലഘട്ടത്തിന് മനസ്സിലാവും ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയ കൊലയാണ്. ഇതിൻ്റെ 36 കൊലയാണ് പിന്നെ 90%. കുറച്ച് 30 ഉണ്ട്. ഏകദേശം ചാവശ്ശേരി കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മാനുഷ സ്കൂൾ ഓഫ് സോഷ്യൽ റിസർച്ച് ആൻഡ് IHRD KSCB ഇരിട്ടി സെക്ഷന്റെയും ആഭിമുഖ്യത്തിൽ ഊർജ്ജകിരൺ 2024 എന്ന പരിപാടിയുടെ ഭാഗമായി നഗരസഭാ ഹാളിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മാനുഷ സ്കൂൾ ഓഫ് സോഷ്യൽ റിസർച്ച് ആൻഡ് HRD KSCB ഇരിട്ടി സെക്ഷന്റെയും ആഭിമുഖ്യത്തിൽ ഊർജ്ജകിരൺ 2024 എന്ന പരിപാടിയുടെ ഭാഗമായി നഗരസഭാ ഹാളിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റുക. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഓരോരാളെ കറണ്ട് ബില്ല് വരുമ്പോൾ ഇപ്രാവശ്യം നല്ല കറണ്ട് ബില്ല് വന്നപ്പോൾ തന്നെ ഞാൻ കുറേ സമയം അതിനാണ് ഇരിക്കുന്നു. 2800 ഞാൻ വന്നോട്ടെ, ആകെ 500-600 വരുന്നതാണ്. അപ്പോൾ കറണ്ട് ഫാന് എല്ലാവരും ഫാൻ ഓഫാക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഇപ്പോൾ സ്പീഡിൽ വെച്ച്. അപ്പോൾ ആദ്യം കുറച്ച് മഴയെല്ലാവുമ്പോൾ അങ്ങനെ കറണ്ടുകളൊന്നും വരുത്തില്ല. അപ്പോൾ തന്നെ നമ്മൾക്കറിയാം നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തന്നെ അറിയാം എല്ലാവരും വീട്ടിലും ലൈറ്റ് പണ്ടെല്ലാം നമ്മൾ കുറച്ച് ലൈറ്റ് ഇട്ട് വേഗം ഓഫാക്കുന്നുണ്ട്. ഇപ്പം ആരും ഓഫാക്കുന്നില്ല. നമ്മളെപ്പോഴാണോ 1 മണിക്ക് ഓർമ്മയില്ലെങ്കിൽ ആ സമയം വരെ എല്ലാ ലൈറ്റും എത്തിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പം അതിനുള്ള ഒരു മാറ്റം വരുത്താൻ ഇതേപോലുള്ള ക്ലാസ്സുകൾ എന്തായാലും നമുക്ക് ഉപയോഗപ്പെടും. ഇപ്പം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ KSCB സെക്ഷൻ്റെ 714 KSCB സെക്ഷൻ ഉൾപ്പെട്ടുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇതേപോലുള്ള ക്ലാസ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ കൗൺസിലർമാരും അതുപോലെ തന്നെ സീനിയർ സംഘങ്ങളെയും അതുപോലെ നമ്മുടെ വാർഡിൽ നിന്ന് ഒരു 2 ആളെ കൂടി ഉൾപ്പെടുത്തി അതൊരു 10-200 ആളെ വെച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും വന്നിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ PP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. KSCB എഡൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനീഷ് PG ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK രവീന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KR അശോകൻ, CDS ചെയർപേഴ്സൺ നിതിന K എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നീറ്റ് പരീക്ഷയ്ക്ക് ആദിത്യ മുരളി മലയോര മേഖലയും. വിളക്കോട് ഗ്ലോബൽ ഇന്ത്യ പബ്ലിക് സ്കൂളാണ് നീറ്റ് പരീക്ഷയ്ക്ക് വേദിയായത്. നീറ്റ് പരീക്ഷയ്ക്ക് വേദിയായി മലയോര മേഖലയും. ഇരിട്ടി വിളക്കോടിലെ ഗ്ലോബൽ ഇന്ത്യ പബ്ലിക് സ്കൂളാണ് ഇത്തവണ നീറ്റ് പരീക്ഷയ്ക്ക് സെന്ററായി മാറിയത്. ജില്ലയിലെ 20 സെന്ററുകളിലൊന്നായാണ് വിളക്കോട് ഗ്ലോബൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ തിരഞ്ഞെടുത്തത്. 400 കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. മലയോര മേഖലയിൽ ആദ്യമായാണ് നീറ്റ് പരീക്ഷയ്ക്ക് സെന്റർ അനുവദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. തുളുനാട് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന വേങ്ങാട് ബാബുവിന്റെ മാറ്റ് പുസ്തക പ്രകാശനം വിളക്കോട് PV നാരായണൻ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. ഡോക്ടർ V. ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. തുളുനാട് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന വേങ്ങാട് ബാബുവിന്റെ മാറ്റ് പുസ്തക പ്രകാശനം വിളക്കോട് ചുള്ളിയോട് PV നാരായണൻ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. ഡോക്ടർ V. ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മനോജ് കുമാർ പഴശ്ശി പുസ്തക പരിചയം നടത്തി. പ്രാദേശികമായ എഴുത്തുകാർ കൊറോണ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എഴുത്തുകാർ നമ്മുടെ കാലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ മനസ്സിലൊക്കെ ധാരാളം ആശയങ്ങൾ ഉണ്ടായിരുന്നു. ആശയങ്ങൾ യഥാർത്ഥത്തിൽ എഴുതി വെക്കാനുള്ള ഒരു സമയം അവർക്കുണ്ടായിരുന്നില്ല. ജീവിതത്തിന്റെ വലിയ തിരക്കുകളായിരുന്നു. ബാബുട്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ആ ഒരു കാലത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയങ്ങൾ രേഖപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അറിവുകളെല്ലാം നമുക്കുണ്ട്, നമ്മളിതെല്ലാം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു എഴുത്തുകാരനാണ് യഥാർത്ഥത്തിൽ ഇത് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് എഴുത്തുകാരന്റെ സവിശേഷത. നമ്മളെല്ലാം ഈ ലോകത്തെ കാണുന്നു, ലോകത്തെ അനുഭവിക്കുന്നു. ലോകത്തിലെ പല ആളുകളുടെ ജീവിതകഥകൾ നമുക്കറിയാം, അനുഭവങ്ങൾ നമുക്കറിയാം. പക്ഷെ ഒരു എഴുത്തുകാരന്റെ കയ്യിൽ ആ അനുഭവത്തെ കിട്ടുമ്പോൾ അദ്ദേഹം അത് വളരെ
സർഗാത്മകമായ ഒരു രചനയാക്കി നമ്മളെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എഴുത്തുകാർ കുറെ കൂടി ലോകത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലത്താണ്, അല്ലെങ്കിൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വിനോദ്, എഴുത്തുകാരന്മാരായ മനീഷ് മുഴക്കുന്ന്, ജിജോ ജേക്കബ്, കവി ഷിബു കൈതക്കൽ, സുബിൻ കെ സോജിൻ, വിജിൻ ദാസ് പി, എം ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ ഇടവകയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ടിനും അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ പന്തല്ലൂപ്പറമ്പിലിനും യാത്രയയപ്പ് നൽകി. MLA ഡോക്ടർ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ടിനും അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ പന്തല്ലൂപ്പറമ്പിലിനും യാത്രയയപ്പ് നൽകി. സണ്ണി സിറേക്ക് പൊട്ടങ്കലിന്റെ അധ്യക്ഷതയിൽ നടത്തിയ യാത്രയയപ്പ് സമ്മേളനം MLA ഡോക്ടർ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയെല്ലാം കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, നേതൃത്വം നൽകുന്നവരാണ്. എന്നാൽ അവരിൽ നിന്നെല്ലാം വേറിട്ട നന്മകൾ നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് 8 വർഷക്കാലം അച്ഛൻ പേരാവൂരിൽ നടത്തിയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാം ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാക്കന്മാരും ജനറൽ അച്ഛന്മാരും എല്ലാം ആലോചിച്ചിട്ട് അച്ഛൻ ഒരു ടേമാണ്, ഒരു വർഷമല്ല, ഒരു ടേം തന്നെ നീട്ടിക്കൊടുത്തത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഈ നാടിന് ആവശ്യമാണ്. നാട് അച്ഛനെ സ്നേഹിക്കുന്നു. നാട്ടുകാരെ, ഇടവക സമൂഹത്തെ, പൊതുജനങ്ങളെ കൊച്ചുകരോട്ടത്തിനും സ്നേഹിച്ച് ഈ പ്രദേശത്തെ മുന്നോട്ട് നയിക്കാൻ അച്ഛൻ്റെ നേതൃത്വം ഈ നാട് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിതാക്കന്മാരെല്ലാം അച്ഛൻ്റെ സേവനം ഇങ്ങോട്ട് നീട്ടിയത്. എന്നാൽ അതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് അച്ഛന് യാത്രയയപ്പ് ഉത്തരവ് ഇറക്കാൻ വേണ്ടി പിതാക്കന്മാർ നിർബന്ധിതരായിട്ടുള്ളത്. ആ ഉത്തരവിനെ അച്ഛന്മാരനുസരിക്കുകയാണ്. അച്ഛന്മാരുടെ നാളെ എനിക്ക് ഇരിട്ടിപ്പള്ളിയിലും പ്രസംഗമുണ്ട്, എൻ്റെ സ്വന്തം ഇടവകയിലും. അപ്പൊ എന്താ പ്രസംഗിക്കേണ്ടത്? അച്ഛന്മാരിതിനെ എങ്ങനെ കാണുന്നു? നമ്മൾ വലിയ വിഷമത്തോടെ കാണുമ്പോൾ അച്ഛന്മാർ ഇത് അങ്ങനെ വലിയ വിഷമത്തിലല്ല കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ ദൈവനിശ്ചയമാണ്, നേതൃത്വത്തിന്റെ ഉത്തരവാണ്. എങ്ങോട്ട് പോകാൻ പറഞ്ഞാലും പോകും. അപ്പൊ ഞാൻ ആലോചിച്ച കല്യാണ വധുവിനോട് പറയാറുണ്ട്, പ്രാർത്ഥനയിൽ പറയാറുണ്ട്, മകളെ നീ പിതൃഗ്രഹത്തെയും മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മറന്ന് നീ അടുത്ത ഭർത്തൃ വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്ന പോലെ അച്ഛന്മാരെ സംബന്ധിച്ച് പേരാവൂരിനെ കുറെയൊക്കെ മറക്കണം. പേരാവൂരിനെ അച്ഛൻ കുറെയൊക്കെ മറക്കും. എല്ലാ അച്ഛന്മാരും അതാണ്. പുതിയ ഇടവകയെ അവർ സേവിക്കും, സ്നേഹിക്കും. എന്നാൽ പൂർണ്ണമായിട്ട് ഒരിക്കലും പേരാവൂരിനെ മറക്കില്ല. പേരാവൂരിനെ മറക്കാൻ കഴിയില്ല. അത്ര വലിയൊരു ഹൃദയബന്ധം, അസാധാരണമായ സ്നേഹത്തിന്റെ ചരടിൽ കോർത്ത ഒരു ഹൃദയബന്ധം ഈ മണ്ണിൽ അച്ഛൻ സ്ഥാപിച്ചു. അത് അച്ഛൻ്റെ നന്മ നിറഞ്ഞ, പുണ്യം നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു അനുഭവമാണ്. 8 വർഷക്കാലം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തിന്റെ പ്രതിസന്ധി, തൊണ്ടി പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങിയ, ചെളിവെള്ളം കയറിയ നെടുമറഞ്ഞാൽ പൂളക്കുറ്റി ഉരുൾപൊട്ടൽ നമ്മൾ ഓർമ്മിക്കുകയാണ്. കോർഡിനേറ്റർ ഒ മാത്യു ഒറ്റപ്ലാക്കൽ, ഫാദർ തോമസ് കുഴിയാലിൽ, സിസ്റ്റർ ട്രീസ പാലക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ, ബൈജു വർഗീസ്, രാജു ജോസഫ്, KV ബാബു, സുനീർ ആത്തപ്പള്ളി, അസിസ്റ്റന്റ് വികാരി സോമി ഇല്ലിക്കൽ, ആനി ഫിലിക്സ്, ജോൺസൺ പൊട്ടക്കൽ, ഫ്രാൻസിസ് കൂറ്റനാൽ, ജോണി തോമസ്, ഓമന മഞ്ഞളാങ്കൽ, ജോസ് വള്ളിയിൽ, സണ്ണി തുറക്കൽ, ടോമി താഴത്തുവീട്ടിൽ, KV സെബാസ്റ്റ്യൻ, സണ്ണി സെബാസ്റ്റ്യൻ, സോജൻ വർഗീസ്, ബിനോയ് എടത്താഴെ, റീഗോ മുണ്ടക്കൽ, ജിസ്റ്റോ കോക്കാട്ട്, ആദർശ് മരോട്ടിക്കൽ, എഡ്വിൻ ഉപ്പുവീട്ടിൽ, ജോജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ടും ഫാദർ ജെറിൻ പന്തല്ലൂപ്പറമ്പിലും മറുപടി പ്രസംഗവും നടത്തി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ചാണപ്പാറ ദേവി വാദ്യസംഘത്തിന്റെ നേതൃത്വത്തിൽ ചെമ്പമേള അരങ്ങേറ്റവും 10ാം വാർഷികാഘോഷവും ഗുരുനാഥന്മാരെ ആദരിക്കലും സിനിമാ സീരിയൽ താരവും ഹാസ്യനടനുമായ ശിവദാസ് മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു. ചാണപ്പാറ ദേവി വാദ്യസംഘത്തിൽ വാദ്യകുലപതി മാലൂർ അനിരുദ്ധൻ ആശാന്റെയും പ്രവീൺ ആശാന്റെയും ശിക്ഷണത്തിൽ 20ഓളം കുരുന്നുകളായിരുന്നു ചെണ്ടമേളം അഭ്യസിച്ചത്. ചെണ്ടയിലെ തന്നെ ഒരു വ്യത്യസ്ത മേളമായ ചെമ്പമേളം കുട്ടിയാണ് വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചത്.
5 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വാദ്യകലാകാരന്മാർ ഈ വാദ്യസംഘത്തിലുണ്ട്. ഇവരിൽ 5ാം ബാച്ചിലെ കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. അതോടൊപ്പം തന്നെ ചാണപ്പാറ ദേവി വാദ്യസംഘത്തിന്റെ 10ാം വാർഷികാഘോഷവും ഗുരുനാഥന്മാരെ ആദരിക്കലും സിനിമാ സീരിയൽ താരവും ഹാസ്യകലാകാരനുമായ ശിവദാസ് മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രൊഫഷനായിട്ട് വാദ്യകല കൊണ്ടുപോകുന്നില്ല എങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പണ്ട് ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് തുടർന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. എങ്കിലും അത്യാവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു കൈ നോക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം അതങ്ങ് നിർത്തിക്കളയാൻ പാടില്ല. അത് തുടർന്ന് കൊണ്ടുപോകണം. എങ്ങനെയെങ്കിലും അത് നമുക്ക് ജോലി തിരക്കാണെങ്കിലും പഠിപ്പിൻ്റെ സമയമാണെങ്കിലും അത് എങ്ങനെയെങ്കിലും നിങ്ങൾ 1 മണിക്കൂറെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴേലും അത് മാനസികമായിട്ട് ഒരു ഉന്മേഷം ഉണ്ടാക്കുന്ന സംഭവമാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു കല ചെയ്യാമെന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ട് നമ്മളെ വളരെ ഉന്മേഷവാനാക്കും. ചാണപ്പാറ ദേവീക്ഷേത്രം വൈസ് പ്രസിഡന്റ് പി ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാണപ്പാറ വാദ്യസംഘം രക്ഷാധികാരി ജ്യോതിപ്രകാശ്, രാജേഷ് മണത്തണ, ടി നാരായണൻ നായർ, CD പരമേശ്വരൻ, പങ്കജാക്ഷി ടീച്ചർ, കുമാരി ദേവനന്ദ തുടങ്ങിയവർ സംബന്ധിച്ചു. വാദ്യകലാകാരന്മാരുടെയും കലാകാരികളുടെയും ചെണ്ടമേള അരങ്ങേറ്റത്തിന് ശേഷം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രാദേശിക കലാപ്രതിഭകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രാമോത്സവം, വിവിധ കലാപരിപാടികളും നടന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1981 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാക്കങ്ങാട് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്നു. പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1981 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാക്കങ്ങാട് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഓർമ്മച്ചപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി BM വിഷ്ണു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് K മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. KCTP അജിത, P ചന്ദ്രൻ, N സുരേന്ദ്രൻ, E അനിൽകുമാർ, V സുരേഷ്, മുസ്തഫ, E ഉഷ, പാറുക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1987-88 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘം എടത്തൊട്ടി റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1987-88 SSLC ബാച്ച് തനിമ പൂർവ്വ വിദ്യാർത്ഥി വേദിയുടെ നേതൃത്വത്തിൽ ഹൃദ്യം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം എടത്തൊട്ടി റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. TP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് V ഷാജി അധ്യക്ഷത വഹിച്ചു. നിങ്ങളോട് എനിക്കെന്നും എന്നോടൊന്നും നമ്മൾ പരസ്പരം എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേദിയാണ് ഈ വേദി എന്നുള്ളത്. ആ ഒരു നിലയിലുള്ള സംസാരത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ മനസ്സിലൂടെ ആളുകൾ തിരിച്ചറിയുന്നത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നമ്മളിവിടെ ഒത്തുകൂടി ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് നമ്മുടെ ഇവിടെ എല്ലാവർക്കും കൊണ്ടുവന്ന് എത്തിച്ചത്. ചിലപ്പോൾ ഈ 10ാം ക്ലാസ് 1988 10ാം ക്ലാസ്സിന് ഓർക്കുന്നത് പൊടുന്നനമേ സംഭവിച്ചൊരു കാര്യമില്ല. അത് നമുക്ക് 1ാം ക്ലാസ് മുതലുള്ള നമ്മൾ 10 വർഷം കാലത്തെ പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പാലാ സ്കൂളിലെ ഒരു പഠന കാലയളവ് എന്തൊക്കെ ഓർമ്മകളാണ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തിരതള്ളി വരുന്നത് എന്ന് ഓർത്തെടുക്കാൻ നമുക്ക് ഇപ്പോൾ തന്നെ പ്രയാസകരമാണ്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു കാലം എന്താണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഒരു സംശയമില്ലാതെ പറയുന്നത് എന്റെ വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു, സ്കൂൾ കാലഘട്ടമായിരുന്നു. VM അബ്ദുൽ ഗഫൂർ, NV ശ്രീജ, K പ്രകാശൻ, ഭാവന തങ്കമണി, N ഹരിദാസൻ, സ്വപ്ന, ഷൈനി, സുധ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി TP രാജേഷ് പകർത്തിയ ഫോട്ടോകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രപ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മേത്തിലെ പുന്നാട് UP സ്കൂൾ 7ാം ക്ലാസ് 86 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും നടന്നു. മീത്തിലെ പുന്നാട് UP സ്കൂളിലെ 7ാം ക്ലാസ് 86 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടി പൂർവാധ്യാപകർ എല്ലാവരും ചേർന്ന നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വരാൻ പറ്റാത്തത് കൊണ്ടാണ് വരാൻ തന്നെ മനസ്സിലുണ്ടായിരുന്നു. നവംബറിൽ വന്ന് പോയതാണ്.
ഉണ്ടല്ലേ? നവംബറിൽ വന്ന് പോയത്, അതുകൊണ്ട് ഇപ്പം വീണ്ടും വരുന്നത് ഒരു വിഷമമായിട്ടുണ്ടാണ്. അപ്പോൾ ഇതിലിരിക്കുന്ന മിക്ക കുട്ടികളെയും ഞാൻ മിക്കവാറും കാണുന്നവരാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാത്തവരുമുണ്ട്, കുറേ കാണാത്തവരുമുണ്ട്. പിന്നെ അവരെല്ലാം ഇന്ന് ഒത്തുചേർന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ചത്, സംഗമം നടത്തിയതിൽ അതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ എപ്പോഴും മേലിൽ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നിങ്ങൾ അന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നത് 78-ലായിരുന്നു. അപ്പോൾ 78-ൽ ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ 1-ാം ക്ലാസ്സിലെങ്ങാനും ഉണ്ടാവും, ചിലപ്പോൾ 1-ലുണ്ടോയെന്ന് തന്നെ അറിയില്ല. പിന്നെ 4-5 ക്ലാസ്സുകളിൽ മിക്കവരെയും ഞാൻ കണക്ക് പഠിപ്പിച്ചതാണ്. 4-ാം ക്ലാസ് 5-ാം ക്ലാസ് 6-7 പിന്നെ കുട്ടിയപ്പാഷ പോയതിന് ശേഷമാണ് 6-ാം ക്ലാസ് 7-ലേക്ക് ഞാൻ വന്നത്. അപ്പം ഒരുവിധം കുട്ടികളെല്ലാം എനിക്കിപ്പോഴും, നിങ്ങളിരിക്കുന്ന കുട്ടികളെല്ലാം എനിക്ക് ശരിക്കും തന്നെ എൻ്റെ ഓർമ്മയുണ്ട്. ഇതിനൊന്നും പിന്നെ ഒരിക്കലും മറക്കാത്ത കുട്ടികൾ കുറേ ഉണ്ട്. അല്ല, അവരെ മാത്രമല്ല, എല്ലാവരും ഓർമ്മയുണ്ട്. അതുകൊണ്ട് PV ബൈജു, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗുരുവന്ദനം എന്ന പേരിൽ പൂർവ്വ അധ്യാപകരെ വിദ്യാർത്ഥികൾ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചാണപ്പാറ ദേവി ക്ഷേത്ര പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി പൂമൂടൽ ചടങ്ങ് നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ചാണപ്പാറ ദേവി ക്ഷേത്രത്തിന്റെ 28ാമത് പ്രതിഷ്ഠാദിനാഘോഷമാണ് 3 ദിവസങ്ങളായി നടന്നത്. പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പടിഞ്ഞേറ്റയില്ലം രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, നവകാഭിഷേകം, വിശേഷാൽ പൂജകൾ, ശക്തിപൂജ, ദേവിക്ക് മുഖപ്പറ്റ് സമർപ്പണം എന്നിവ നടന്നു. തുടർന്ന് ഭക്തി നിർഭരമായ പൂമൂടൽ ചടങ്ങും നടത്തി. ഭക്തജനങ്ങളെ, നമ്മുടെ പൂമൂടൽ ചടങ്ങ് ദേവപ്രീതിക്കും ദേവീ ചൈതന്യവർദ്ധനവിനും ജഗദാംബികയും പരാശക്തിയുമായ അമ്മയുടെ അനുഗ്രഹാശിസ്സുകൾക്കായാണ് ക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങ് നടത്തിയത്. നിരവധി ഭക്തജനങ്ങളായിരുന്നു പൂമൂടൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. തുടർന്ന് ചാണപ്പാറ ദേവിയുടെ പിറന്നാൾ സദ്യയും നടത്തി. ഹൈവിഷൻ ന്യൂസ്, കേളകം. മുസ്ലിം യൂത്ത് ലീഗ് പുന്നാട് ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ UP സിനാൻ മെമ്മോറിയൽ ശിഹാബ് തങ്ങൾ കുടിവെള്ള പദ്ധതിയുടെ ഈ വർഷത്തെ വിതരണം ആരംഭിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പുന്നാട് ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളോളമായി നടത്തിവരുന്ന UP സിനാൻ മെമ്മോറിയൽ ശിഹാബ് തങ്ങൾ കുടിവെള്ള പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം പുന്നാട് പുറപ്പാറയിൽ വനിതാ ലീഗ് പെനാവ് നിയോജക മണ്ഡലം പ്രസിഡന്റും ഇരിട്ടി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ PK ബൽക്കീസ് നിർവഹിച്ചു. മുസ്ലിം ലീഗ് പുന്നാട് ശാഖാ പ്രസിഡന്റ് KK യൂസുഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് മുനിസിപ്പൽ ട്രഷറർ PBC ഷാഹിർ, നഗരസഭാ കൗൺസിലർ സമീർ പുന്നാട്, മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് PV ഫവാസ്, മുനിസിപ്പൽ പ്രസിഡന്റ് PP ഷംസുദ്ദീൻ, ഷറഫുദ്ദീൻ D, K ഇബ്രാഹിം, PP ഷാക്കിർ, DP അലി, A റജ്ലത്ത്, M റംസീന, PP റെയ്ഹാനത്ത്, M അൻവർ, സിയാൽ, TT സിയാദ്, K റസൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ വെല്ലുവിളി നേരിടുന്നത് കുടിവെള്ളമാണ്. കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെ 3-4 വണ്ടികൾ ഏർപ്പെടുത്തിയാലും അത് നല്ല രീതിയിൽ എത്താതെ ഒരു സാഹചര്യമാണ് ഇന്ന് ഓരോ സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3-4 ദിവസം കൂടുമ്പോൾ ഓരോ വാർഡിലും ഈ വെള്ളം എത്തിക്കുന്നത് കൂടാതെ അത് എല്ലാവർക്കും എത്താത്ത ഒരു അവസ്ഥയിൽ
ഇങ്ങനൊരു കുടിവെള്ള പദ്ധതി നൽകുന്ന പുന്നാട് ശാഖ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പരിപാടിക്ക് ന്യൂസ് ബ്യൂറോ ഇരിട്ടി. പുളിക്കൽ അട്ടറഞ്ഞിയിലെ ആദ്യകാല കുടിയേറ്റ കർഷകന്റെ വെട്ടിപ്ലാവിൽ ആഗസ്റ്റി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ അന്നമ്മ, കുട്ടിയമ്മ, ബീബി, ജോസ്, സണ്ണി, ജോൺസൺ, ബീന, ഷാജു, ഷാൻഡി, സോളി, ഷൈനി, സുനിൽ, പീറ്റർ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിട്ടിയിൽ ബസ്സുകളുടെ മത്സരപ്പാച്ചിൽ. KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നവരുടെ സ്വകാര്യ ബസ് ഡിവൈഡർ ഇടിച്ച് കയറി അപകടം. അമ്പായത്തോട് ടൗണിൽ താഴെ പാൽച്ചുരം റോഡിൽ ബസ്സുകൾ നിർത്തിയിടുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി. ബസ് സ്റ്റാൻഡുണ്ടായിട്ടും ബസ്സുകൾ ടൗണിൽ നിർത്തിയിട്ട് അപകടം ക്ഷണിച്ചു വരുത്തുന്നുവെന്നാണ് ആരോപണം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നെയ്യമൃത് സംഘങ്ങൾ വേറെ വെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് അവലോകന യോഗവും നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.